സംസ്ഥാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റ് കച്ചവട നീക്കം. താൽപര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഫ്ളാറ്റ് വാങ്ങി നൽകാമെന്ന് ചൂണ്ടിക്കാട്ടി ഡിജിപി ലോക്നാഥ് ബെഹ്റയുടെ സർക്കുലർ പുറത്തിറങ്ങി. ഫ്ളാറ്റ് നിർമ്മാതാക്കളുമായി പ്രാഥമിക ചർച്ച നടന്നെന്നും സർക്കുലറിൽ ഡിജിപി വ്യക്തമാക്കുന്നു. വിൽപ്പന മുടങ്ങിക്കിടന്ന ഫ്ളാറ്റുകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള തന്ത്രമാണിതെന്നും ആരോപണമുണ്ട്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ജയിൽ മേധാവിയും ഡിജിപിയുമായ ലോക്നാഥ് ബെഹ്റ പോലീസ് സേനയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമായി ഇക്കൊല്ലം ജൂലൈ 8-ന് പുറപ്പെടുവിച്ച സർക്കുലറാണിത്. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് എന്ന നിലയിലാണ് സർക്കുലർ പുറപ്പെടുവിച്ചത്. ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ സംഘടനയായ ബിൽഡേഴ്സ് അസോസിയേഷനുമായി നടത്തിയ പ്രാഥമിക ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. താൽപര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും ഫ്ളാറ്റോ അപ്പാർട്ട്മെന്റോ തരപ്പെടുത്തി നൽകുമെന്ന് ലോക്നാഥ് ബെഹ്റ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഫ്ളാറ്റ് വാഗ്ദാനം ചെയ്ത നിർമ്മാതാക്കളുടെ വിവരവും കത്തിലുണ്ട്. ഫ്ളാറ്റുകളിൽ പലതും നിർമ്മാണം പൂർത്തിയാക്കാത്തവയാണെന്നും കത്തിലുണ്ട്. താൽപര്യമുള്ളവർ ഏത് ഫ്ളാറ്റാണ് വേണ്ടതെന്ന് വ്യക്തമാക്കിയാൽ നിർമ്മാതാക്കളുമായി വിലപേശൽ നടത്തി കുറഞ്ഞ വിലയ്ക്ക് ഫ്ളാറ്റ് തരപ്പെടുത്താമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതായത് ബിൽഡേഴ്സുമായി ലോക്നാഥ് ബെഹ്റ വീണ്ടും ചർച്ച നടത്തുമെന്ന് വ്യക്തം. കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും വിൽപ്പന നടക്കാതെ കിടക്കുന്ന ഫ്ളാറ്റുകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സേനയിൽ ആരോപണമുയർന്നു. കത്തിൽ ഡിജിപി വ്യക്തമാക്കുന്ന ഫ്ളാറ്റ് നിർമ്മാതാക്കളിൽ പലർക്കും ഫയർഫോഴ്സ് മേധാവിയായിരുന്ന ജേക്കബ് തോമസ് തടയിട്ടിരുന്നെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.